അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരും വന്നില്ലേ? വലൈക്കും സലാം. ഓക്കേ. സാബിറ മിസ് കയറിയോ? വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു മിസ്സേ. ആ, അതെ അതെ, ആബ്സെന്റ് ആയിരുന്നു. എന്ത് പറ്റി? വീട്ടില് മൗലൂദ് ഉണ്ടായിരുന്നു അന്നപ്പോ. ശരിയാ, ഓക്കെ. സുദിന മിസ്സേ, എന്താണ് വീഡിയോ ഒന്നും ഓണാക്കണില്ലല്ലോ? എന്ത് പറ്റി? ഞാൻ മിസ്സിന് വയറ് വേദന പീരീഡ്സ് ആയിട്ട് അതിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. ആ, ശരി ശരി ശരി. നല്ല പെയിനാണ് പാവത്തിന്. ആ, സുമന മിസ്സോ? സുമാന മിസ് ദിനു മിസ്സിനെ നോക്കാൻ പോയതെന്ന് തോന്നുന്നു. വേറെ അന്യ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. രണ്ടുപേരും കൂടെ ഹുസ്നത്തല്ലേ? ഉണ്ടല്ലോ. ആ ഹസ്നത്ത് ഉണ്ട്, അതുപോലെ നസിജ മിസ് ഉണ്ട്. ഹസ്നത്തിന്റെ കുട്ടിക്ക് എന്താ വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. നസിജ മിസ്സിനും സെയിം തന്നെയല്ലേ, തക്കാളിപ്പനി ഒക്കെ കുട്ടികൾക്ക്. ആ മിസ്സേ, പിന്നെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് കാലിക്കറ്റിൽ വെച്ചിട്ട് മിസ് വരുമോ? മീറ്റിങ്ങോ? എന്നാണ്? പറഞ്ഞിട്ടില്ല. 13th പറഞ്ഞത്. ഈ മന്ത് 13th? ആ നോക്കട്ടെ, ഇൻഷാ വരാ നമുക്ക് കാണാലോ. നോക്കാം. ആ, നോക്കട്ടെ, ഇൻഷാല്ലാ. എന്റെ മക്കൾക്കൊക്കെ പനിയാ, രണ്ടുപേർക്കും പനിയാ. അങ്ങനല്ല, എല്ലാത്തിലും പനിയുണ്ട് ഇപ്പൊ. ഒരാൾക്ക് അപ്പേക്ക് മാറും. ഇൻഷാല്ലാ. അവർക്ക് ഇപ്പതാ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക 2 ടൈംസ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. എനിക്കും വയ്യ. എനിക്കിപ്പതാ കാണിച്ചിട്ടില്ല? ഏ കാണിച്ചിട്ടില്ല? കാണിച്ചു. കാണിച്ചു. ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞത് തന്നെയാണ്, വൈറൽ പനിയാണല്ലോ ഇപ്പൊ മെയിന്. അത് തന്നെയാണ്. നല്ലോണം അപ്പൊ വെള്ളം കൊടുക്കണം എന്നാ പറയുന്നത്. ആ വെള്ളം നല്ലോണം ക്ഷീണം പിടിച്ചു വെള്ളം വന്നു മക്കൾ. ഇനി അവർക്ക് ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും. അതന്നെ. അല്ല മിസ്സല്ലേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ കുട്ടികൾക്കൊക്കെ പനി, എനിക്ക് സുഖമില്ലാന്ന്. ആ റെഡി അതന്നെ ആയിട്ടില്ലല്ലേ? അതന്നെ. ഒന്ന് മാറിയതായിരുന്നു, ഇപ്പൊ തന്നെ വീണ്ടും വന്നിരിക്കണേ. അതന്നെ, ഇത് മാറിയിട്ട് പോണില്ല. അവിടെ നല്ല തണുപ്പായിരിക്കുംല്ലേ? തണുപ്പല്ല, അത് വൈറൽ പനി സ്കൂളിൽ നിന്ന് കിട്ടണല്ലേ. കുട്ടികള് ഒരാള് എന്താ മോളെ കൊണ്ടുവന്ന്, മോളെ സ്കൂളില് കുട്ടികൾക്ക് ഉണ്ടാവും. ശരി ശരി. അതാണ് കാരണം. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളിപ്പോ ലാസ്റ്റ് ഏതൊരു എടുത്തു? മഫ്ഊല് ബിഹി ഫിഫ്ത്ത്, അല്ല ഫിഫ്ത്ത് എടുത്തോ? മഫ്ഊല് ബിഹി. അതന്നെ, ഫിഫ്ത്ത് അതില് എടുത്തു. ഏത്? ഫിഫ്ത്ത് എടുത്തോ? ആ, ഇല്ല, അതല്ലേ ഫോർത്ത് എടുത്തിട്ടില്ലല്ലോ. ഫോർത്ത് എടുത്തു. ഫോർത്തിന് ഫിഫ്ത്ത് അല്ല എടുക്കാനുള്ളത്, അങ്ങനെയാണ്. ആ, അപ്പൊ മിസ് ഇത് തന്നിരുന്ന ഫിഫ്ത്ത് വിട്ടേണില്ലേ? അതിലുണ്ടോ? വലത് അതിലുണ്ട്. അതെ. ഓക്കെ. നോട്ട് അപ്പൊ തന്നിലുണ്ട്. എന്നറിയാം. നോട്ട് തന്നേലുണ്ട് അല്ലേ? അപ്പൊ അതറിയാതെ വിട്ടതാവും. ഞാനെന്നാ ഫിഫ്ത്ത് ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്നാ ഞാനത് എഴുതിയിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞില്ലേ? ഉം. അത് ഞാൻ അറിയാതെ വന്നതാ കേട്ടോ. ഫോർത്ത് വരെ തോന്നുന്നത് നമ്മൾ എടുത്തത്, എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അപ്പൊ വിട്ടെന്നതിൽ അറിയാതെ അങ്ങനെ കയറിയതാവും. ആ, ആയിരിക്കണം. നോക്കാം, നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ എടുത്തുണ്ടോ ഇല്ലേന്ന്. ആ, ഇല്ല ആ. തോന്നുന്നത്, എടുത്തിട്ടില്ല. ഉം. ഇല്ല. എടുത്തിട്ടില്ല. ഓക്കെ. ആക്ടിവിറ്റി ഫിഫ്തിൽ എന്താ പറയുക? താഴെ കൊടുത്തിരിക്കുന്ന 2 നാമങ്ങളിൽ, അതായത് 2 വേർബ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാനാ പറയുന്നത്? ഒന്നിനെ നമുക്കറിയാം, രണ്ടും മഫ്ഊല് ബിഹിയും ഫായിലും. മഫ്ഊല് ബിഹി എന്തായിരിക്കും? എല്ലാതും ഇസ്മാണ് വരിക അല്ലെ? ഇസ്മാണ് വരിക. അപ്പൊ നാമങ്ങൾ എന്ന് പറയുമ്പോൾ 2 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആർക്ക് കൊടുക്കണം? ഒന്ന് ഫായിലിനും കൊടുക്കണം, ഒന്ന് മഫ്ഊലു ബിഹിക്കും കൊടുക്കണം. അങ്ങനെ വരുന്ന പദങ്ങൾ, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? അൽ വലത് മാ, അല്ലേ? നല്ലത്. ഓക്കെ. വലത് പറഞ്ഞ എന്താ മീനിങ്? ആൺകുട്ടി. ആൺകുട്ടി. മാ, വെള്ളം. അടുത്തത് മിസ്സേ, ഞാൻ സെക്കൻഡ്. കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അത് ഏതാ പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞെടുക്കൂ. 33. 33. പേജ് നമ്പർ 33.
പേജ് നമ്പർ 33. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് അതിന്റെയൊക്കെ മീനിങ് പറഞ്ഞുതരാം, നിങ്ങളത് ക്യാച്ച് ചെയ്യൂ കേട്ടോ. സഫീന അൽ ഹവാ. സഫീന പറഞ്ഞാൽ കപ്പൽ, ഹവാ പറഞ്ഞാൽ കാറ്റ്. അൽ ഹുർ, ഹിറാട്ടോ, സോറി ഹുറ അല്ല ഹിറാണേ. ഹിറെന്താ? പൂച്ച, ക്യാറ്റ്. അൽ ലഹമ്, മീറ്റ്, ഇറച്ചി. നെക്സ്റ്റ് ഹർറ് എന്ന് പറഞ്ഞ പൂച്ച. ഹിറാണ്, ഹറല്ല ഹിറാണ്. ഹറ് പറഞ്ഞ ചൂടാണ്, ഹിറാണ് പൂച്ച. ഇതുണ്ട് വേർഡുണ്ട്. ഹുർ എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണ്. അപ്പൊ ഹിറിന് ശ്രദ്ധിച്ചു കൊടുക്കണേ. അല്ല, പൂച്ചക്കില്ലേ കിത്തുൻ എന്നല്ലേ പറയാ? എന്നും പറയും ഹിറെന്നും പറയും. അടുത്തത് റിസാല. റിസാല പറഞ്ഞാൽ കത്ത്. ഖാദിം, സെർവന്റ്. റിസാല അതറിയാലോ, നമുക്ക് ചെറിയ 8ലും 9ലും പഠിക്കുന്ന സമയത്ത് റിസാല എഴുതാനുണ്ട്, ലെറ്റർ എഴുതാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. റിസാല, ലെറ്റർ. അൽ ഖാദിം, സെർവന്റ്. അൽ ലഹം എന്തേനു മിസ്സേ? അടുത്തത് ലഹം, മീറ്റ്, ഇറച്ചി. അടുത്തത് അൽ അസാൽ. അസാൽ എന്ന് വെച്ചാൽ മാൻ, മാന്. ദെൻ അൽ അസദ്, അറിയാലോ, ലയൺ, സിംഹം. വിദ്യാർത്ഥി. തിൽമീസ്, വിദ്യാർത്ഥി, സ്റ്റുഡന്റ്. ദർസ് എന്താ? ലെസൺ. അതെ, അല്ല, പാഠം. ദർസാണ് ദർസ് കേട്ടോ. പാഠം, ലെസൺ. ലെസൺ എന്നാണ് മീനിങ് വരിക കേട്ടോ, ലെസൺ. മിസ്, ഇത് നമ്മള് വിട്ടുതന്ന PDF ഉള്ളതല്ലേ 33 പേജ് നമ്പർ? യെസ്. അതെന്നാണോ? 23 തന്നെയാണോ? എന്റെ കയ്യിൽ നോട്ട് 33 ഏതാ പറയുന്നത്? അഞ്ചാമത്തെ അല്ല, അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഫിഫ്ത്ത് ആക്ടിവിറ്റി. കിട്ടിയോ? ഇതെന്നാ ഈ വേർഡ്സ് തന്നെയല്ലേ? അതെ, വേർഡ്സിന്റെ മീനിങ് ആണ് പറഞ്ഞിരുന്നത്. നമുക്ക് അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം വേർഡ്സ് മീനിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കാം. പറ്റുമോ നോക്കാലോ. അതിനാണ് കഴിഞ്ഞല്ലോ അല്ലെ? തിൽമീസ് പറഞ്ഞാൽ സ്റ്റുഡന്റ്, ദർസ് എന്ന് പറഞ്ഞാൽ ലെസൺ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താ? വലതിൽ എന്താ കൊടുക്കുക? എന്താ കൊടുക്കുക? ഷെരിബുൽ വലതു അൽമ. ഓക്കെ. ഷെരിബൽ, ഷെരിബ കുടിച്ചു. ആര് കുടിച്ചു? അൽ വലതു, കുട്ടി കുടിച്ചു അല്ലെ? കുട്ടി കുടിച്ചു. എന്താ കുടിച്ചത്? അൽ മാ അല്ലെ? മാ എന്ന് വരണം. അപ്പൊ കുട്ടി വെള്ളം കുടിച്ചു എന്നല്ലേ വരിക? കുട്ടി വെള്ളം കുടിച്ചു. അതെ, കുടിച്ചു. ഇനി കുടിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാ വരിക? മുള്ളാരിയിലേക്ക് ഇട്ട എങ്ങനെയാ വരിക? യശ്റബുൽ വലതു അൽ മാ. അങ്ങനെയും വരാം. അതാവുമ്പോ ഫെയില് രണ്ടു തരം ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ഉണ്ട്, ഫെയില് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ഉണ്ട്. അപ്പൊ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ അൽ വലത് ഫസ്റ്റ് വരും, അൽ വലത് യശ്റബുൽ മാ എന്ന് വരും. ഫെയില് കൊണ്ട് ജുംലത്തിൽ ഇസ്മിയ ഉണ്ട്, ജുംലത്തിൽ ഫെയിലിയ ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതും കൂടെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് തന്നതില് ജുംലത്തിൽ ഇസ്മിയാണ് ഉള്ളത്. നോട്ട്സ് തന്നതിൽ ജുംലത്തിൽ ഇസ്മിയ ഉണ്ടാവുക അല്ലെ? ആന്നാണ്. അങ്ങനെ എഴുതാം. നമുക്ക് ജുംലത്തിൽ ഇസ്മിയല്ല ഫെയിലിയ, ഫെയില് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ എന്താണ്? അങ്ങനെയും ചെയ്യാം. മനസ്സിലായോ? അടുത്തത് നെക്സ്റ്റ്. അടുത്ത എന്താ?
സഫീനത്ത് അൽ ഹവാ. ഓക്കെ, എങ്ങനെ വരിക? സഫീനത്തുൽ ഉം. ആദ്യം ഒരു ഇസ്മോ അല്ലെങ്കിൽ ഫെയില് കൊടുത്തോളൂ. ഒരു ഫെയിൽ എന്താ കൊടുക്കുക? അൽ ബഹറു സഫീനത്ത് അൽ ബഹറു അങ്ങനെ അൽ വരുമോ? ബഹറു. ബഹർ ബഹർ പറയുമ്പോ ഇസ്മല്ലേ, നമുക്ക് ഫെയിലല്ലേ കൊടുക്കേണ്ടത്. ജറ ജറ സഞ്ചരിക്കുന്നു അല്ലെ. ഓക്കെ, ജറ ജറ സഫീനത്തു. അപ്പോഴും ബിൽ ഹവ ഹവാ. ആണല്ലോ വരുന്നത്. അതെങ്ങനെ പറ്റുമോ? ജറ കാറ്റ് സഫീന കൊണ്ടല്ലേ സഞ്ചരിക്കണേ പായക്കപ്പലൊക്കെ, അപ്പൊ ബിൽ ഹവാ എന്ന് തൊട്ടാ പോരെ. ഓക്കെ, ജറ സഫീനത്ത് ജറ സഫീനത്തും ബിൽ ഹവാ. വെരി ഗുഡ്. ഓക്കെ, ബിൽ ജറ സഫീനത്തു അങ്ങനെ തന്നെ കൊടുക്കണ്ടേ? കാരണം ആ സഫീനത്ത് എന്നുള്ള സഫീനത്ത് ഒരു മർഫു ഫായിലല്ലേ. ഫായിൽ ജറ മർഫു ആണ്. ആ അൽ അൽ ഹവ ആ ഹവ ആന്നല്ലേ വരിക ആ മൻസൂബ്. അല്ലേ? ഹവാ എന്നല്ല ഹവാ ആ. അതെ, ഹവ ആന്ന് വരും. കാരണം മഫ്ഊലു ബിഹി മൻസൂബാണ്. അപ്പൊ എന്താണ് കപ്പൽ? അതിന്റെ മലയാള മീനിങ് എന്ന് പറഞ്ഞ മിസ്സേ. ജറ സഞ്ചരിച്ചു. എന്ത് സഞ്ചരിച്ചു? സഫീനത്ത് കപ്പൽ സഞ്ചരിച്ചു. എന്തുകൊണ്ട്? ബിൽ ഹവ കാറ്റുകൊണ്ട്. കിട്ടിയല്ലോ? ഓ മാലി ഓ, അല്ലേ മിസ്സേ? അജറ മാളിയാണ്. അത് മാലി മുതാരിയാകുമ്പോ എങ്ങനെ വരിക? യജിരി. യജിരി. യജ്രീന്ന് വരും. പക്ഷെ ഇവിടെ സഫീനത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വരിക? അപ്പൊ തെജിരിന്നോ? തജ്രി. അതെ, ആ തജ്രി തജ്രി. സഫീനത്തു പിന്നെ ഫായില് മർഫുവ. ഫായില് ആ സഫീനത്ത് ഫായില് മർഫു. സഫീനത്തു ഫായില് മർഫൂഅ്. ആ ദെൻ ഏതാണ്? ഹവാ ഹവാ. പോലും ബി മഫ്ഊലു മഫ്ഊലു ബി ബിഹി മൻസൂബ്. മൻസൂബ. മൻസൂബ്. നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ? റിസാലത്ത് അല്ല, ഹിർ ഹിറ് അല്ലഹമ്. ഹിർ പറഞ്ഞാൽ പൂച്ച. പൂച്ച. ലഹമ് ഇറച്ചി. മീറ്റ്. എന്താ ആ, എന്താ കൊടുക്ക? എന്ത് കൊടുക്കും? അല്ല അക്കല തിന്നൂന്നല്ലേ? അക്കല. ഉം. അക്കല കഴിച്ചു. നമുക്കിവിടെ ഒരു മൊലാരി കൊടുത്തൂടെ? യഅകുലു യഅകുലു. യഅകുലുൽ യഅകുലുൽ ഹിറുൽ ആ ലഹ് യഅകുലുൽ ഹിറു അൽ ലഹ്മ. ലഹ്മ. വെരി ഗുഡ്. അതന്നെ ഒറ്റങ്ങട്. യഅകുലുൽ ഹിറു അൽ ലഹ്മ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സാജിദ മിസ് അല്ല, എന്താ നമ്മളെ സാബിറ മിസ് ഏതൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ടോ? കോപ്പി എടുത്തില്ല. കിട്ടിയില്ല. നോക്കൂട്ടോ, വേഗം എടുക്കണേ. കാരണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാനിത് PDF നോക്കിയോണ്ടിരിക്ക. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. PDF നോക്കിയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നമ്മൾ കോപ്പി എടുത്തെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കൂടെ എഴുതി വെക്കാലോ ആ മീനിങ് ആ ഒക്കെ. ആ. ഞാൻ അതൊരു എടുക്കാം. ഗുണമുള്ളത്. ഇൻഷാ ഓക്കെ, അല്ലാ എടുക്കാം. മറന്നുപോയതാ. മിസ്സേ ശ്രദ്ധിക്കൂ കേട്ടോ. മിസ്സേ നമുക്ക് ആ മിസ് ഇപ്പം പറഞ്ഞു തരുന്ന സംഭവം നോട്ടിൽ ശരിക്കും എഴുതിയ പിന്നെ മിസ് തരുന്ന നോട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അത് അതുപോലെ എഴുതി വെച്ചാല് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. മിസ് ഏത് ഗ്രൂപ്പിലാ നോട്ട് തരുന്ന? ഈ അറബിക് TTC തന്നെയാണോ? അയ്യോ, അതിന് മിസ്സില്ല. സാബിറ മിസ്സിനെ ആഡ് ചെയ്തിട്ടില്ല. ഇല്ലേലോ. എന്നാ ഉബൈ സംസിനോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ആ ആ ആഡ് ചെയ്യാൻ മിസ് പറഞ്ഞോളൂ. എങ്ങനെ ഇതൊക്കെ ഓക്കെ. ഇങ്ങനെ എഴുതിയാ പോരെ? നോക്കട്ടെ എന്നിട്ട് എങ്ങനെയാ നോക്കട്ടെ. മതി. കാണുന്നില്ല. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എക്സാമിനൊക്കെ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. എക്സാമിന് പഠിക്കാൻ കഴിയണം.
അതിലൊരു ഡൗട്ടും വരരുത്. അപ്പൊ ഇതെന്താ മിസ്സേ, ഇതെന്താ ഇവിടെ എങ്ങനെ, ഇതവിടെ അങ്ങനെയെന്ന് ചോദിക്കരുത്. കാരണം നമ്മൾ ഇങ്ങനെ നോട്ട്സ് കുറേ ഇട്ട് പോകുന്നതാണ്. അന്നേരം നമുക്ക് ആ സമയത്ത് അത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കുറെ നോട്ട്സ് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ ഷെയർ ചെയ്യും. അപ്പൊ എനിക്കും അത് എവിടെയെന്ന് അറിയില്ല. ചില സമയത്ത് എടുത്തരുമ്പോ ഞാൻ അതേപോലെ സ്ക്രോൾ ചെയ്ത് നമ്മൾ ചിലപ്പോ എവിടേക്കേ കണക്കുണ്ടാവും. അപ്പൊ അതിനാണ് ഡൗട്ട് വരുന്നത്. അന്ന് നടക്കുന്ന ക്ലാസ് എഴുതി വെച്ചാൽ കൊള്ളാം, കുഴപ്പമില്ല. അതല്ല ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. എന്ത് ചെയ്യണം? ഞാൻ തരുന്ന നോട്ട്സ് വായിക്കെങ്കിലും വേണം. നോട്ട്സ് തന്നോളി മിസ്സേ. നോട്ട്സ് തരുന്നുണ്ട്. നോട്ട്സ് എന്തായാലും തരും. അത് നിങ്ങൾ എഴുതിയെടുക്കാത്തത് നിങ്ങളെ ഇഷ്ടം. പക്ഷെ ഞാൻ നിങ്ങളോട് എഴുതിയെടുക്കണം തന്നെ പറയുള്ളൂ. നമ്മളിവിടെ ചെയ്യിപ്പിക്കണം എന്താണെന്നറിയോ? നിങ്ങൾ സ്വന്തം ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ്. ആകുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടെ, ഞാൻ ഇതിന് മുന്നേ എങ്ങനെയാണെന്ന് ചെയ്തിരുന്നത്, കുറച്ച് ഹോംവർക്ക് തന്നിട്ട് ഒരു ഫുള്ള് ചെയ്തിരുന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ ഒന്നും മുഴുവൻ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചെയ്യുമ്പോഴാണ്, ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇവർക്ക് അത് കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഹോംവർക്ക് തരുന്നത് നിർത്തി. ഇനി ഹോംവർക്ക് തന്നാൽ തന്നെ എന്ത് ചെയ്യാൻ, അത് നമ്മൾ ഒന്നും കൂടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോഴേ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവരാദ്യം ഇങ്ങനെ ആയിരുന്നില്ല, ഒന്നും അറിയില്ല മിസ്സേ, സാഹിത്യൊക്കെ കരയുന്നു, ഒന്നും അറിയില്ല മിസ്സേ, ഒന്നും അറിയില്ല മിസ്സേ. അപ്പൊ കുറേ മാറ്റമുണ്ട്, ഒരുപാട് ചേഞ്ചസ്. ഇപ്പഴാ ഇടല കിട്ടിയില്ല. അപ്പൊ ഇൻഷാല്ലാ അടുത്തത് ഏതാണ്? അടുത്ത റിസാലത്തുൽ ഹാദിം. റിസാല എന്ന് പറയുമ്പോ എന്താണ് റിസാല? ലെറ്റർ. ഹാദിം എന്താ? ആരാണ് ആദ്യം? എന്താ നമ്മള് പറഞ്ഞു? സെർവന്റ്. പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലേ ഹാദിം സെർവന്റ്. ഹിദ്മത്ത് നോക്കാൻ മതി. ഹിദ്മത്ത് പറഞ്ഞ എന്താ? സേവനം, സർവീസ് എന്നാണ്. അത് ചെയ്യുന്ന ആൾക്ക് എന്താ പറയാ? ഹാദിം. ഹിദ്മത്ത് അത് ചെയ്യുന്ന ആൾക്ക് ഹാദിം. ഹിദ്മത്ത് നമ്മൾ കുറെ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണല്ലോ. ഹാദിം എന്ന് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി എങ്ങനെ പറയാം? അൽ എന്ന് വരുമോ മിസ്സേ? അൽ ഹിദ്മത്ത്. അൽ ഹാദിം എന്നല്ലേ കാണുന്നത്? അൽ ഹാദിം. അതിലുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യേണ്ടി വരും. അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും. എങ്ങനെ കൊടുക്കാം? ഹിദ്മത്തു റിസാലത്തുൻ. ഹിദ്മത്തല്ല, ഞാൻ നിങ്ങൾക്ക് വേഗം കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞ ഹാദിമാണ് അതിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഹിദ്മത്ത് ഞാൻ വേഗം ഹാദിമിലേക്ക് എത്താനുള്ളൊരു ഷോർട്ട് കട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഹാദിം റിസാലത്തുൻ. ഹാദിം. ആദ്യം നമുക്ക് എന്താ കൊടുക്കേണ്ടത്? അഹദൽ ഹാദിമു അരിസാലത്തു. അരിസാലത്ത എന്താണ് പറ്റോ? അഹദ പറ്റോ? എടുത്തു. എടുത്തു. ഓക്കെ, എടുത്തു. എടുത്തു. അഹദൽ. കുഴപ്പമില്ല. അഹദത്താ മിസ്? അഹദത്താണോ? അഹദ പറഞ്ഞ എടുത്തു. അഹദ് എന്ന് പറഞ്ഞാല് അഹദല്ല, അഹദ പിന്നെ റാലും. പിന്നെ നോട്ടിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അഹദൽ ഖാദിമു അർറിസാലത. അഹദൽ ഖാദിമു അർറിസാലത. അങ്ങനെ പറ്റൂ. ഇനി വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. അഹദൽ ഖാദിം. ഒരു ഡൗട്ട്. നേരത്തെ സഫീനത്തിന് ഹാത്താവ് വന്നപ്പോ നമ്മൾ തെജിരി ഉപയോഗിക്കണം എന്ന് മിസ് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ റിസാലത്തിന് ഹാത്താവ് വന്നതുകൊണ്ട് വേണ്ടി വരില്ലേ? റിസാലത്ത് മുഅന്നസ് ആണ്. മുഅന്നസ് ആവുമ്പോ എങ്ങനെ വരും? അഹദത്ത് എന്ന് വരും. അഹദത്ത് എന്ന് വരും കേട്ടോ.
അഹദത്ത്. ഉം. റിസാലത്തുൽ ഖാദിമ. എനിക്ക് മനസ്സിലാകാത്ത എന്താ അറിയോ, ഈ തിരിച്ചും മറിച്ചും ഇടൂലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് മനസ്സിലാകാത്ത. ആ തിരിച്ചു മറിച്ച് അത് നമ്മളെ ആ അതായത് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരെന്ത് ചെയ്യാം, ഒരു ബോക്സ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നല്ലോ ഏത് ബോക്സ്? ഫായില് ആ ആ മാളിന്റെ ആ ബോക്സ് ആ. നമ്മള് സ്റ്റാഫിനൊന്ന് അയച്ചു കൊടുക്കണേ. മിസ്സിനൊന്ന് ക്ലിയർ ആയിക്കോട്ടെ. ബോക്സ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ. ആ ആ. അതെടുത്തിരിക്കാം ക്ലാസ് എടുക്കുമ്പോ. ഉം. അതെടുത്ത് ആ എഴുത്തുണ്ടല്ലോ അതെടുത്തിരിക്കാം. അതെടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഡൗട്ട് വരുമ്പോ ജസ്റ്റ് അയക്കൊന്ന് നോക്കുക, അപ്പൊ കിട്ടും. മനസ്സിലായിക്കും. ആ ഇതൊക്കെ ആയിക്കോട്ടെ, അവിടെ അത് നോക്കി. അതിന്റെ ഇടയിൽ സലാം പറയാൻ പോയ നിങ്ങള്. അതിന്റെ മോഹൻ. അപ്പൊ അതെടുത്തിട്ട് ഇരിക്കട്ടോ ഡൗട്ട് വരുമ്പോ. അപ്പൊ ഡൗട്ട് വരുമ്പോ അത് നോക്കിയാൽ അതിന്റെ ആൻസർ കിട്ടും. ആ. ഉം. നെക്സ്റ്റ് ഏതാണ്? അൽ അസാൽ അസദ്. മാനിനെ റിസാലത്തുൽ ഖാദിമ. തിന്നു എന്ന് പറയും നമുക്ക്. ഉം. അക്കലൽ അക്കലൽ അസാലുൽ അസദ്. ഇത് താഴെ പോയിക്കോ. ഓക്കെ. അസദ് എന്നാണ് വരിക. ആരാ അസദ് കഴിച്ചത്? അസദല്ലേ കഴിക്കണേ, അസാലല്ലല്ലോ. അല്ല. ഉം. ആ ഓക്കെ. അപ്പൊ അക്കലൽ അക്കലൽ അസദു അസാൽ, അല്ല അക്കലൽ അസദുൽ അസാൽ. അൽ അസാൽ. അക്കലൽ അസദു അൽ അസാൽ. അക്കലൽ ഉം. അസദ് അസദ്. തിൽമീസുണ്ട് ദർസുണ്ട്. എങ്ങനെ കൊടുക്കും? ഉയർത്തിപ്പാട് ഈ താഴെ പോയിക്കോ. പഠിച്ചു. ആ ആര് പഠിച്ചോ? എങ്ങനെ പഠിച്ചു എന്നുള്ളതിന് എന്താ പറയാ? പ- ഉം, അല്ല എങ്ങനെ പറയാ? യദ്റുസു. യദ്റുസു യദ്റുസു. പറയുമ്പോ പഠിക്കുന്നു. ദർസ യദ്റുസു പറയുമ്പോ പഠിച്ചു. അദ്ദർസു തിൽമീദു. അദ്ദർസു തിൽമീദ് എന്നല്ല. ആദ്യം നമുക്ക് ഫെയിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇസ്മിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒന്നിട്ട് കൊടുക്കണം. അത് യദ്റുസു ഇസ്മാവുമ്പോ ഫായിലിട്ട് കൊടുക്കണം, മഫ്ഊൽ ബിഹി ഇട്ട് കൊടുക്കരുത്. മനസ്സിലായോ? പഠിച്ചു എന്നുള്ളതിന് എന്താ മിസ്സേ പറയാ? ഉം? പഠിച്ചു. ആരടിച്ചു? ഇവിടെ അടിച്ചു എന്നുള്ളതിന് പഠിച്ചു പഠിച്ചു പഠിച്ചു. എനിക്ക് തന്നെ അവിടുന്ന് ആക്കി തരണം. ഓക്കെ. അവിടുത്തെ എട്ടക്കാരും കിട്ടുന്നു. പഠിച്ചു എന്ന് പറയുമ്പോ പഠിച്ചു ദർസ. ഉം. ആ യദ്റുസു പഠിക്കുന്നു. അപ്പൊ യദ്റുസു തിൽമീദ് അദ്ദർസ. യദ്റുസു തിൽമീദ് അദ്ദർസ. അതന്നെ. യദ്റുസു തിൽമീസു അദ്ദർസ. യദ്റുസു തിൽമീസു അദ്ദർസ. മീനിങ് എന്താ വരിക? വിദ്യാർത്ഥി പാഠം പഠിക്കുന്നു. വിദ്യാർത്ഥി പാഠം പഠിക്കുന്നു. ഇപ്പൊ എല്ലാരും കേറിയില്ലേ? ഓ മിസ്സേ പിന്നെ നമുക്കില്ലേ നമുക്കില്ലേ അടുത്ത വർക്ക് മിസ് ഇത്രേഷം പറഞ്ഞു തരുന്ന അറിഞ്ഞിട്ടില്ലേനോ? വർക്കൊക്കെ കിട്ടും.
എന്തൊരു ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യാന്. എന്നെ ഓരോന്ന് കഴിയുമ്പോ ഓർമ്മിപ്പിക്കാണ് നമ്മക്കൊരു സമാധാനാണ്. ചോദിച്ചു വാങ്ങാണ്. എന്നെ ഓർമ്മിപ്പിക്കാണ്. അടുത്ത വർക്ക് എന്താ പറയാത്തതാണ് ചോദിക്കണത്. എന്താ ചെയ്യാ. അടുത്ത വർക്ക് നമുക്കേ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ വെക്കേഷനിൽ ചെയ്യാനാവോ? ഫത്തഹും കിസറും ലമ്മും സുക്കൂനും പഠിപ്പിക്കുന്ന ഒരു എന്ത് ചെയ്യാ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിക്കൂടെ നമുക്ക്? എങ്ങനെ നമുക്ക് ലേണിംഗ് എയ്ഡ്സ് എന്നാണ് പറയാം. എന്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന എല്ലാ ഐറ്റംസിനെയും നമ്മൾ ലേണിംഗ് എയ്ഡ്സ് എന്നാണ് പറയാം. ലേണിംഗ് എയ്ഡ്സ് അതിലെന്തൊക്കെ വരും? ലേണിംഗ് എയ്ഡ്സിൽ എന്തൊക്കെ വരും? ചാർട്ട് വരും, ഫ്ലാഷ് കാർഡ് വരും, ഒന്നും വേണ്ട ഇവൻ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്, ഇതൊക്കെ എന്താണ്? ലേണിംഗ് എയ്ഡ്സ് ആണ്. ഓക്കെ, പിന്നെന്തൊക്കെ വരും? ശാശ, അതായത് സ്ക്രീന് വരും. സ്ക്രീനിൽ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കുമല്ലോ. വീഡിയോസ് ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും അതൊക്കെ ലേണിംഗ് എയ്ഡ്സ് ആണ്. നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന, നമ്മളെ കുട്ടികൾക്ക് പഠനത്തിനായിട്ട് കാണിച്ചു കൊടുക്കുന്ന എന്തൊക്കെയാ, അതൊക്കെ ലേണിംഗ് എയ്ഡ്സ് എന്ന് പറയാം. ഈ ലേണിംഗ് എയ്ഡ്സിൽ വർക്കിംഗ് മോഡല്, സ്റ്റിൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട്. അതിൽ വർക്കിംഗ് മോഡൽ എന്താണ്? ആ സാധനം വർക്ക് ചെയ്യണം. കൈ കൊണ്ട് തൊട്ടാലും വേണ്ടിയില്ല. ഇപ്പൊ നമുക്ക് ബൾബ് ഇട്ട് അങ്ങനത്തെ കണക്ഷൻ കൊടുക്കുന്ന വർക്ക് ചെയ്യണം സാധനം എന്തായാലും. സ്റ്റിൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റില്ലായിട്ട് നിൽക്കും അല്ലെ? സ്റ്റിൽ മോഡൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ട്രീ ഒക്കെ ഉണ്ടാക്കുമല്ലോ, ലെറ്റേഴ്സ് ട്രീ, അതുപോലെ എന്താ പറയാ ബേർഡ്സിന്റെ ഒക്കെ എഴുതിയിട്ടുള്ള ട്രീ, അതിനെയൊക്കെ നമ്മള് അത് വർക്ക് ചെയ്യില്ല. ആ സാധനം അവർക്ക് ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. സ്റ്റിൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാധനം നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫത്തഹ്, കിസർ, ലൊമ്മ്, സുക്കൂൻ എന്നൊക്കെ പറയുമ്പോ അതിന്റെ വർക്കിംഗ് മോഡൽ ഉണ്ട്. അത് റൗണ്ട് ചെയ്തിട്ടേ അതെങ്ങനെയാണെന്നറിയാം. എനിക്ക് മനസ്സിലായി. ഓ, കത്തി നമ്മളിങ്ങനെ ഈ റൗണ്ടിൽ ഇതാക്കിട്ട് പിന്നെ വെച്ചിട്ടില്ലേ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ അതിങ്ങനെ ഓരോ ലെറ്റേഴ്സാ. ഫസ്റ്റ് നമ്മളിപ്പോ ഒരു ലെറ്റർ വെക്കുകയാണെങ്കിൽ അത് ഫത്തഹ് വരുമ്പോ മുകളിൽ ഫത്തഹ് ആയിരിക്കും. ആ സാധനം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോ അങ്ങനെ ഫത്തഹ്, കസറ്, ലൊമ്മ്, സുക്കൂന് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ മോഡൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നമുക്കൊരു വർക്കിംഗ് മോഡൽ ആയല്ലോ. മോഡൽ ആവുമ്പോ അത് ഒന്നുകൂടെ വെറൈറ്റി ആണ്, കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനതെ അവർക്കത് ഇഷ്ടം. അതെ, ഞാൻ എന്താ ചോദിച്ചാ മിസ്സേ, സുഹാന മിസ് പറഞ്ഞിട്ട് നമുക്കിപ്പോ ഒരു ചെറുതായിട്ട് ഒരു ഇത് കിട്ടുമല്ലോ, ചെറിയൊരു വെക്കേഷൻ കിട്ടുമല്ലോ. അല്ല, 5 ദിവസം എന്റെ മോനിക്ക് 4-5 ദിവസമാണ്, 10 ദിവസം ഒന്നുമില്ല. അപ്പൊ ചോദിച്ചപ്പോ എത്ര ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. അത് സിമ്പിൾ ആണ്. അത് ഞാൻ നോക്കട്ടെ, അതിന് മോഡൽ ഞാനത് ചെയ്തിട്ടുണ്ട്. എന്റെ മോനിക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്റെ മോനിക്ക് ചെയ്തു. അല്ല, മാത്സിന് ചെയ്തതാ റൗണ്ടില്. പ്രയാസമില്ലേ ചെയ്യാന്? അത് പ്രയാസമുണ്ടോ ചെയ്യാന്? ഇല്ല, പ്രയാസമില്ല, സിമ്പിൾ ആണ്. ഞാൻ നോക്കി ഒരു വീഡിയോ ഞാൻ അങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കണ്ടതാ. അപ്പോ അത് വെക്കേഷൻ ആകുമ്പോ നടന്നു പോവും. ഓലുണ്ടാവും ഞാൻ ദേഷ്യം പിടിക്കുന്ന എവിടെങ്കിലും പോയി താമസിക്കാനൊക്കെ. സുഹാന മിസ് തറവാട്ടിൽ പോയി നിക്കാനൊക്കെ വിചാരിക്കണോ? ഈ സാജിദ മിസ്സിനെ കൊണ്ട് തോറ്റ. നമുക്കൊരു 2 വർക്കിംഗ് മോഡൽ ഉണ്ടാക്കണം. അപ്പൊ ഒരു വർക്കിംഗ് മോഡൽ ഇതായിക്കോട്ടെ. ഫത്തഹ്, കിസറും, ലമ്മും, സുക്കൂനും വെച്ചിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അവൾക്ക് മലയാളം ലെറ്റേഴ്സ് ചിഹ്നങ്ങൾ എപ്പോഴും പ്രശ്നമാണ്. അല്ല, ഫസ്റ്റ് 1ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. മിസ്സേ, അത് കാണിച്ചു കൊടുത്താൽ മതി. ഇവർക്ക് അത് കാണിച്ചു കൊടുത്താൽ മതി, നമ്മളെ ടീച്ചേഴ്സിന്. അപ്പൊ ഞാനെന്താ നമുക്ക് കണ്ടിട്ടുള്ളത്, ഓരോ ചിഹ്നങ്ങളും ആന്ന് എഴുതിയിട്ട് അതിന് സെന്ററിൽ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചാർട്ടിൽ മുഴുവൻ അലിഫ്, സോറി ഞാൻ മലയാളാണ് കേട്ടോ, ഗംഗാന്ന് എഴുതിയിട്ട് മോളെ അതെടുത്തോണ്ട് കാണിച്ചു. സുഹാന മിസ്സേ ഞാൻ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം. ഞാൻ ചെയ്തൊരു മോഡലാണ്. അവൾക്ക് അത് വെച്ച് നോക്കുമ്പോ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എഴുതി പഠിപ്പിക്കുന്നേക്കാളും നല്ലതേ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴേ
ഒന്നും കൂടെ ഇനി അതിന്റെ കട്ടിങ്സ് കൊടുക്കണം. ഇതാണ് ഇങ്ങനെ നമ്മളൊരു ചാർട്ടിൽ എഴുതുക. ചാർട്ടിൽ എഴുതിയതിന് ശേഷം ഏതെങ്കിലും ഒരു ചിഹ്നം എടുക്കാം. ആന്റെ ചിഹ്നം, ആന്റെ ചിഹ്നം. ഇതെന്ത് ചെയ്യും, അതുപോലെ ഒരു കട്ടിങ്സ് ഉണ്ടാക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് വെച്ച് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ആ ലെറ്റേഴ്സ് മുഴുവൻ അവർക്ക് ഇത് ഫുള്ള് അവർക്ക് കിട്ടും. ഇത് ഫുള്ളും ഇത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ഖ ഗ ഘ ങ. അപ്പൊ ആ ചിഹ്നം അവർക്ക് ആ ചിഹ്നം ക്യാച്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അങ്ങനെ 13 ചിഹ്നം. ഇതാ എന്നൊക്കെ പറയുമ്പോ അടിപൊളിയാക്കി. ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ ചെയ്യല്ലേ അറബിക്ക്? അറബിക്ക് ഇത് ഞാൻ പറയുന്ന വേറെ മോഡലാണ്. ഒരു വർക്ക് ഇത് വർക്കിംഗ് മോഡലാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാണല്ലോ, നമ്മള് സാധനം വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ ഇത് ഞാൻ മലയാളം അവർക്ക് ചെയ്തു കൊടുത്തതാണ്. ജസ്റ്റ് ഇങ്ങനെ എഴുതി പഠിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് കൂടുതൽ ഇങ്ങനത്തെ ഓരോ പ്രവൃത്തിയിലാവും. അപ്പൊ അവൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം ഇതാക്കിയിട്ടുള്ളൂ. അവൾക്ക് വേഗം ചിഹ്നമൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അവൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതാട്ട് ഭയങ്കര ഇതാണ്, മടിയാണ്, ഇല്ല ചെയ്യില്ല. ഇതാവുമ്പോ ഇങ്ങനെ ഇതിങ്ങനെ ഒപ്പം ഇങ്ങനെ വെച്ചു കൊടുത്താല് സംഭവം വെറൈറ്റി ആവും ചെയ്യും. അത് മിസ് കാണിച്ചു തന്നാ നന്നാക്കിട്ടു. എന്റെ മോനിക്ക് മലയാളം ഒന്നും അറിയില്ല. ഇനിയിപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഒരു ചിഹ്നങ്ങൾ എത്രയാണെങ്കിലും അവരൊന്ന് ക്യാച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. 3 ചിഹ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് അതിങ്ങനെ മനസ്സിലായി വരാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു അറബിക്കിന്റെ ഫത്തഹ് കസ്ർ ലൊമ്മ സുക്കൂന് വെച്ചിട്ട് ഒരു വർക്കിംഗ് മോഡൽ ചെയ്യാം. ഞാൻ അതിന്റെ മോഡൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നിങ്ങൾക്ക് അതിന്റെ മോഡൽ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് ഫത്തഹും കസ്റും ലൊമ്മും സുക്കൂനൊക്കെ ഒരു കപ്പാണ് ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ ഒരു കപ്പ് വെച്ചിട്ടാണ് അവർ കണ്ടത്. നമ്മള് സാധാ ഒരു ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടാവുമല്ലോ, ഗ്ലാസ്, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കൂടെ ഫത്തഹും കസ്റും ലൊമ്മൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മോഡൽ കണ്ടു. ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാം. അപ്പൊ അതൊരു വർക്കിംഗ് മോഡൽ ആയല്ലോ. ഇങ്ങനെ നമുക്ക് 2-3 വർക്കിംഗ് മോഡൽ നമുക്ക് ചെയ്യണം. ദെൻ സ്റ്റിൽ മോഡൽ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ട് നിങ്ങള് നോക്കട്ടെ. പിന്നെ അതിന് വേറൊരു കാര്യമുണ്ടല്ലോ മിസ്സേ. മിസ് ഇപ്പൊ ഒരു സ്പെസിമെൻ തന്നു കഴിഞ്ഞാല് ഞങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്യണല്ലോ, ഒരേ മോഡൽ ആയിരിക്കണല്ലോ. മോഡല് ടോപ്പിക് അതാവണം. മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലാവും. അതെയോ? വെറൈറ്റി ആണെങ്കിൽ വെറൈറ്റി, സെയിം ആവണമെന്നില്ല. അതായത് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് വർക്കിംഗ് മോഡലൊക്കെ ആവുമ്പോ സെയിം ആവണല്ലോ അല്ലെ? ശരിയാണ്. വർക്കിംഗ് മോഡൽ ആവുമ്പോ സെയിം സാധനം അതേ വർക്കിങ്ങിൽ വരണം. അതെ, ശരിയാണ്. മാർക്ക് തരുന്നതല്ലേ? തരും. നിങ്ങൾക്ക് ചെക്ക് ഉണ്ടാവും അത്രേ. നമ്മള് ഇതായിട്ട് ഒരാള് ചെക്ക് ചെയ്യാനും വരും അത്രേ ലാസ്റ്റ് ടൈമില് എന്നൊക്കെയാണ് പറഞ്ഞത്. കിട്ടണില്ല. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അതിന്റെ മോഡൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഒന്നുകൂടെ നിങ്ങളെ മക്കൾക്കും പറ്റും. നമ്മള് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളെ അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ ലാസ്റ്റ് നമ്മളവിടെ എത്തി. 5th കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡലിലേക്കൊക്കെ പോയി. 6th ആക്ടിവിറ്റി തംറീൻ 6. ഹാത്തി അർബഅ ജുമലിൻ യകൂനു മഫ്ഊലു ബിഹി في أولى من الإنسان وفي ثانية من الحيوانات وفي ثالثة من النبات وفي الأخيرة من الجماد. എന്താ പറയുന്നത്? നമ്മളടുത്ത് കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. റൈറ്റ്, 4 സെന്റൻസ്, 4 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതില് ഫസ്റ്റത്തെ സെന്റൻസ് എന്തിനു ബേസ് ചെയ്താവണം? ഹ്യൂമൻ അല്ലെ? എന്താണ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞ ഇൻസാൻ. ഇൻസാൻ എന്ന് വെച്ചാൽ മനുഷ്യനായിരിക്കണം, മനുഷ്യനുമായി റിലേറ്റ് ചെയ്തൊരു സെന്റൻസ് ആവണം. സെക്കൻഡ് എന്താ പറഞ്ഞത്? ഹൈവാൻ, ആനിമൽ ആവണം. സാൽസ നബാത്ത്, പ്ലാന്റ്, അതായത് സസ്യം. ലാസ്റ്റ് എന്താ പറഞ്ഞ? ജമാദ്. ജമാദ് എന്ന് വെച്ചാൽ ജഡവസ്തു, ഒബ്ജക്ട് എന്നൊക്കെ പറയില്ലേ? അതായത് നമ്മള് ഇസ്മിന്റെ ഇനങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ, ഫസ്റ്റ് അല്ല സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ഇസ്മിന്റെ ഇനങ്ങൾ. എന്തൊക്കെയാണ്? എന്തൊക്കെ വരാം? മനുഷ്യൻ വരാം, മൃഗം വരാം,
സത്യം, then ജമാഅത്ത്, ജഡവസ്തു. ഇങ്ങനെ 4 ഇനത്തിൽപ്പെട്ടതാണ് ഇസ്മ എന്നാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ? സെക്കൻഡ് ചാപ്റ്ററിൽ. അതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പറയുന്നത്? നമ്മളോട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാ പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞുപോയി. ഞാൻ അധ്യാപകൻ, അതായത് ഇൻസാൻ വെച്ചിട്ടുള്ള ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഹ്യൂമൻ വെച്ചിട്ട് ഇതിലെന്ത് വരണം? ഫെയിൽ വരണം, ഫായിൽ വരണം, മഫ്ഊൽ ബിഹി വരണം. ഇത്രയും വരണം. പക്ഷേ എന്താവണം? നമ്മുടെ ഒബ്ജക്റ്റ്, അതായത് മഫ്ഊൽ ബിഹി എന്താവണം എന്ന് പറഞ്ഞത് ഇവിടെ? ഇൻസാൻ ആവണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ റൂള്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇൻസാൻ വെച്ചിട്ടുള്ള ഒരെണ്ണം പറഞ്ഞുതരാം. അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യദ്റുസു അല്ലെങ്കിൽ യഅല്ലിമു എന്ന് പറയട്ടോ. യുഅല്ലിമു എന്ന് പറയും പഠിപ്പിക്കുന്നതിനെ. യദ്റുസു എന്നും പറയും. ഓക്കെ, നമുക്കിവിടെ യദ്റുസു കൊടുക്കാം. പഠിപ്പിക്കുന്ന എന്താ പറയാ? പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുളാരി ആണ്. അപ്പൊ എന്താ? യദ്റുസു. യദ്റുസു. ആരാ പഠിപ്പിക്കണേ? ആരാ പഠിപ്പിക്കണേ? ആരാണ് പഠിപ്പിക്കുന്നത്? അധ്യാപകൻ. മുദരിസ്, മുഅല്ലിമു ഓർ മുദരിസു. മുദരിസു. ആരെ പഠിപ്പിക്കണത്? കുട്ടിയെ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നു. മഫ്ഊൽ ബിഹി തിൽമീസ എന്നാണ് വരിക. ഓക്കെ, അപ്പോ യദ്റുസുൽ മുഅല്ലിമു അത്തിൽമീസ എന്നാണ് വരിക. അപ്പൊ ഇവിടെ തിൽമീസ എന്നുള്ളത് എന്താണ്? മൻസൂബാണ്. അതോടൊപ്പം തന്നെ അവിടെ എന്തായി? മഫ്ഊൽ ബിഹി മൻസൂബിനെ അവിടെ എന്താക്കാനാ പറയുന്നത്? റൂൾ ഇൻസാനാക്കാനാണ് പറഞ്ഞത്. ഇൻസാനാവും ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ്? യദ്റുസുൽ മുഅല്ലിമു അത്തിൽമീസ. ഇങ്ങനെയാണ് വരാം. അപ്പൊ അല്ല ഇൻസാൻ ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ അല്ലെ? മനുഷ്യൻ വരണല്ലോ ഇവിടെ. ഹ്യൂമൻ വരുന്ന. ഞാൻ അതൊന്നും എഴുതുന്നില്ല. ഏതായാലും മിസ് തന്നാ മതി. അടുത്തത് ജീവികളെ പറ്റിട്ടാണല്ലോ അല്ലെ? ഹയവാൻ. അതെ. എങ്ങനെ കൊടുക്കാം? എന്താണ് പറഞ്ഞു? ഓക്കെ. അക്കല കഴിച്ചു. ആര് കഴിച്ചു? കിത്തു കഴിച്ചു. എന്താ കഴിച്ചത്? അൽ-ഫഅറത്ത. അതെ, ഫഅറത്ത പറഞ്ഞാൽ എന്താണ്? എലിയെ അല്ലെ? പൂച്ച എലിയെ കഴിച്ചു. ഓക്കെ. അക്കലൽ ഖിത്തു അൽ ഫഅറത്ത. താഴെ പോയിട്ട് ഇവിടെ കേറുമ്പോ വരും. പ്ലീസ്. ആണ് ലാസ്റ്റ് വരിക കേട്ടോ. ഉണ്ടല്ലോ, അത് ലാസ്റ്റ്. അടുത്തത് എന്താണ്? നബാത്ത് വരുമ്പോ എങ്ങനെ വരിക എന്ന് പറഞ്ഞു നോക്കൂ. അൽ വലതു. പറഞ്ഞു മിസ് പറഞ്ഞു എന്നുള്ളതിന് എന്താ പറയാ? പറഞ്ഞുന്നോ? പറഞ്ഞു എന്നുള്ളതിന് എന്താ അറബി മീനിങ്? അറബി പാല എന്നാണ്. പറഞ്ഞു പാല. കാല.
അൽ വലതു അല്ല എന്താണ് കുട്ടി കത്ത സത്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നബാത്ത് എന്ന് പറഞ്ഞ ഇവിടെ എന്താ ചെടികൾ പറഞ്ഞത്? എന്നല്ല. സത്യം ചെടിയല്ലേ? തന്നെ. നബാത്ത് പറഞ്ഞ ചെടിയല്ലേ? ചെടിയാണ് വരേണ്ടത് ഇവിടെ. അപ്പൊ എങ്ങനെയാ ഇവിടെ വരിക? സത്യം ഞാനത് സത്യം എന്ന് എഴുതി വെച്ച്. കത്താൽ നബാത്ത് വലതു നബാത്ത് അല്ലെങ്കിൽ എങ്ങനെ? നബത്ത്. കത്താൽ വലതു നബാത്ത് എന്നോ? ഓക്കെ. കട്ട് ചെയ്തു, മുറിച്ചു. ആര് മുറിച്ചു? അൽ വലതു, കുട്ടി ആണ്. മുറിച്ചു. എന്ത്? അല്ലെങ്കിൽ നമുക്കവിടെ വലത് വേണ്ട, റജുലു കൊടുക്കാം. അല്ല വലത്. കൊത്ത അൽ റജുലു. കൊത്ത അൽ റജുലു അൽ നബാത്ത്. നബാത്ത്. നബാത്ത. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. തോട്ടക്കാരൻ മരത്തിന് വെള്ളം ഒഴിക്കുന്നു. എങ്ങനെ വരിക? വെള്ളം ഒഴിക്കുന്നതിന് എന്താ നമ്മൾ കഴിഞ്ഞു? ഇറിഗേഷൻ എന്താ പഠിച്ചത്? ഇറിഗേഷൻ നമ്മൾ എന്താ പഠിച്ചത്? സഫ യസ്തി എന്നാണ് പഠിച്ചത് അല്ലെ? യസ്തി പറയുമ്പോ നനക്കുന്നു, ഒഴിക്കുന്നു. ആരാ ഒഴിക്കുന്നത്? തോട്ടക്കാരൻ നമ്മൾ പഠിച്ചത് അൽ ബുസ്താനിയോ. നനക്കുന്നു എന്നല്ലേ മിസ്സേ SP? ഇറിഗേഷൻ നനക്കുക. യസ്തി അൽ ബുസ്താനിയു. പോയാ എന്തിനാ നനക്കുന്നത്? മരം എന്ന് പറഞ്ഞു. മരത്തിന് എന്താ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഷജറത്ത്. യസ്തിൽ ബുസ്താനു. യസ്തി അൽ ബുസ്താനിയു അശ്ശജറത. ഷജറത്തൻ മരം. അങ്ങനെയും പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഷജറത്ത എന്നുള്ളത് എന്തായി? നബാത്ത് മഫ്ഊൽ ബിഹി മൻസൂബ് നബാത്തില് ഉൾപ്പെട്ടു. ഓക്കെ. അടുത്തത് യസീന്റെ മാലി എന്താ മിസ്സേ? യസ്കട അല്ലേ? യസ്തി അല്ലേ? യസ്റയാ നനച്ചു എന്ന് വരിക അപ്പൊ എങ്ങനെയാ? യസ്തി എന്നാണ് പറഞ്ഞത്. സഫ. സഫ. യത്തഖീനാലേ? യസ്തി എന്നാണ് നമ്മള് കേട്ടോ. പുള്ളിയുള്ള കാഫ, കാഫ് യാ, പുള്ളിയുള്ള കാഫ. അപ്പൊ തക്കാന്നാ വരിക മാലി? പറയുമ്പോ മാലി തക്കാന്നാ വരിക? അതെ. തക്ക. സ. യെസ്. സീനും കോഫും. കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളില്ലാത്ത ഉണ്ടല്ലോ, അതുവരെ സഫ എന്ന് വരും. അടുത്തത് എന്താണ്? അടുത്തത് എന്ത് പറയാനാ പറഞ്ഞിട്ടുള്ളത്? ഒരു ജഡവസ്തു ആവണം, അതായത് ഒരു ഒബ്ജക്റ്റ് അല്ലേ? എങ്ങനെ കൊടുക്കും? എങ്ങനെ വരിക? എന്ത് വരും? പറയൂ. അതെങ്ങനെ ഒരു വാക്ക് ഉണ്ടാക്കണ്ടേന്ന് അറിയില്ല. തജ്ലിസു അലാൽ കുർസി. അതിന് എന്താണ്? സുദിന മിസ് വീഡിയോ ഓൺ ആക്കിയിട്ടിരുന്നോളൂ. നിങ്ങള് നല്ല എടാ ഞാൻ ബോധത്തിലാണല്ലോ. കിടക്കുവാടാ, ഗുളി കഴിച്ചിട്ട് കുറച്ചൊരു ഇതുണ്ട്, കുറച്ച് കടുപ്പാ. അപ്പൊ തല പൊന്തിക്കണ് തോന്നുന്നുണ്ട്. ഗുളിയപ്പുറത്തേക്ക് സുദിന മിസ്സിന് മുഫീദ മിസ്സിന്റെ വോയിസ് കേട്ടപ്പം വേദന എങ്ങോട്ടോ പോയി. അങ്ങനല്ല, ഞമ്മക്ക് ഉത്തരം മുട്ടുമ്പോ അതാണ് രക്ഷിക്കാനുള്ള ആളാണ് സുദിന മിസ്. നമുക്കൊന്നും കിട്ടണില്ല, അവസാനം മൂപ്പര് വരും. അതുവരെ കേട്ടിക്കും അല്ലെ? അതാ മുഫീദ മിസ്സിന്റെ പവർ. വയ്യാന്ന് പറഞ്ഞ അവിടെ കിടന്ന ആളാണ്. സുദിന മിസ്സേ ഒന്ന് വീഡിയോ ഓണാക്കി നോക്കട്ടെ. എടാ ഞാൻ കിടക്കുവാ, നിനക്ക് എന്നെ അത്രയ്ക്ക് കാണും, ഞാൻ കാണിച്ചു കിടക്കുവാടാ. വേണ്ട, ഇവിടെ കിടക്കുവാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ടുണ്ട്.
വല്ലാത്ത ബെസ്റ്റ് ആയി പോയി. ഓക്കെ, ഉം. പറയൂ. എന്താ എന്താ പറഞ്ഞ? ആരെ കുറിച്ച്? അത് ആരാ പറഞ്ഞേ? അത് സുദിന മിസ്സല്ലേ സുദിന പറഞ്ഞേ? മിസ്സാ പറഞ്ഞേ. അൽബിന്ദ് തജ്ലിസ് സുദിന മിസ് അലാൽ കുർസി. ജഡാണ്. സുദിന മിസ് കേൾക്കുന്നുണ്ടെന്ന് നമ്മളെ അറിയിച്ചതാണ്. ഞാൻ ഉണ്ട് അതാ കേട്ടോ. ഞാൻ ആ ഇവിടെ ഉണ്ട്, ഇടക്കിടക്ക് എല്ലാം നമ്മൾ കിട്ടാത്ത കേൾക്കുന്നുണ്ട്. വാക്കുകളൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്. അതന്നെ. അതെ അതെ. അപ്പൊ അത് പറഞ്ഞേ, എന്താ ആരായിരുന്നു പറഞ്ഞത്? അൽബിന്ദ് തജ്ലിസു അലാൽ ആരായിരുന്നു? കുർസി. ഓക്കെ, അൽബിന്ദ് അൽബിന്ദു തജ്ലിസു അലാൽ കുർസി. തജ്ലിസു അലൽ കുർസിയ്യ. അതിന്റെ മീനിങ് അൽബിന്ദു എന്താ മിസ്സേ? അൽബിന്ദു തജ്ലിസു അലൽ കുർസിയ്യ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ചെയറിന്റെ മേലെ ഇരിക്കുന്നു. താങ്ക് യു. മുളാരി ആണ്. ഡോർ അടക്കണേ. മുളാരി ആണ്. അല്ല മിസ്സേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് ഈ കാര്യം ചോദിക്കാൻ തന്നെ നടക്കണുള്ളേ. അല്ല, ഇനി ഈ ഗ്രൂപ്പില് കാര്യം ചോദിച്ചാ മതി. അതല്ല, നമുക്കിപ്പൊ ജഡത്തിന്റെ സംഭവം അല്ലേ കിട്ടണ്ടേ? ജഡൻ ആ ജഡല്ല ജഡന്ന് ഉദ്ദേശിച്ചത് ഇവിടെ. പറഞ്ഞാൽ എടാ, ജീവനില്ലാത്ത വസ്തു ജീവനില്ലാത്ത എന്നാണ് ഉദ്ദേശിച്ചത്. വസ്തുക്കളാണ്. യാ റബ്ബി, മയ്യത്തിനൊക്കെ ഉദ്ദേശിക്കണേ. ജീവനില്ലാത്ത ഏതൊരു വസ്തുവിനെയും ജഡവസ്തു എന്നാണ് പറയാ കേട്ടോ. അത് നിങ്ങൾ ഉദ്ദേശിച്ച മയ്യത്ത് മാത്രമല്ല, എല്ലാതും വരും. കുർസി വരും, കസേര വരും, പെന്ന് വരും. നോൺ ലിവിങ് തിങ്സ് എന്ന് എഴുതി ആ, വെച്ചാൽ മതി. yes, അതെ. ഇത് ചെവിടെ വരുത്തി സജിത. അല്ലാ. അടുത്തത് എന്താണ്? കഴിഞ്ഞില്ലേ? ഇനി അടുത്ത കഴിഞ്ഞു. തമ്രീനകത്തല്ലേ 7th. ഈ 7th തമ്രീനകത്ത് എന്താണ് പറയുന്നത്? ഹാത്തി خمس جمل يكون فيها القمح والقطن مفعولا به. എന്താ പറയുന്നത്? 5 സെന്റൻസ് ഉണ്ടാക്കാനാ പറയുന്നത്. എന്ത് വെച്ചിട്ട്? ഏതൊക്കെ തീം വെച്ചിട്ടാണ്? അത് കംഹ്. കംഹ് എന്താ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കംഹ് വീറ്റ്, എന്താ? ഗോതമ്പ്. വീറ്റ്, ഗോതമ്പ്. കത്തിന് കോട്ടൺ. കത്തിന് എന്താ? കോട്ടൺ. ഇത് രണ്ടും മഫ്ഊൽ ബിഹി ആവുന്ന വിധത്തിലുള്ള 5 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? നമുക്ക് വീറ്റ് നോക്കാം. കംഹ് നോക്കാം. കംഹ് എന്ന് വെച്ചാല് ഖാഫ് ആണ് കേട്ടോ. അതിൽ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ കംഹ്. ഞാൻ അതിന്റെ മീനിങ് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. കർഷകൻ ഗോതമ്പ് കൊയ്യുന്നു. The farmer harvests wheat. കൊയ്യണിന് എന്താ പറയാ? അൽ ഫല്ലാഹ്, കൊയ്യുന്നത് ഹെസ്വദ. ഹെസ്വദ. ഹെസ്വദ കൊയ്തു. അപ്പൊ കൊയ്യുന്നു എങ്ങനെ വരിക? യഹ്സുദു. അൽ ഫല്ലാഹ് യഹ്സുദു അൽ ഖമഹ്. ഓക്കെ, യഹ്സുദു, യഹ്സുദുൽ, യഹ്സുദുൽ ഫല്ലാഹുൽ അൽ ഖമഹ. സ്വാദല്ലേ? ആ, സ്വാദാണ്. യഹ് യഹ്സുദു, യഹ്സുദുൽ ഫല്ലാഹുൽ അൽ ഖമഹ. ഇത് മിസ് നോട്ട് തരൂലേ മിസ്സേ? തരും. ഞാൻ അല്ല, മെയിൻ ആയിട്ട് ഞാൻ എഴുതുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അത് എഴുതണം. ഇല്ല, ഞാനിപ്പോ നോട്ട് എഴുതണം. നോട്ട് എഴുതണോ? നമ്മളിപ്പോ നോട്ട് എഴുതുന്നത് വേറെ. ഇതിനെ നമ്മൾ എന്ത് നോട്ടെന്ന് അറിയാം? ലെക്ചർ നോട്ട് എന്ന് അറിയാം. ലെക്ചർ നോട്ട്. നോട്ട്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അതിനെയാണ് നമ്മൾ ലെക്ചർ നോട്ട് ആക്കി എഴുതാം. ഈ നോട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പ്രൊഫഷണലൈസ് ചെയ്ത് നമ്മൾ നോട്ട്സ് പഠിക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ കണ്ടന്റ്. ഇപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാൻ ആവശ്യമായ കണ്ടന്റ് ഒന്നുമില്ല, കാരണം ഇത് ആക്ടിവിറ്റി ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ലെക്ചർ നോട്ടും, ഞാൻ തരുന്ന നോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ശരിക്കുള്ള നോട്ടാക്കിയിട്ട് വേറൊരു ഭാഗത്ത് എഴുതുക. ഇത് ലെക്ചർ നോട്ട്. ചില വേർഡ്സ്, ഞാൻ പറയുന്ന വേർഡ്സ് കിട്ടാത്ത വേർഡ്സ് ഉണ്ടാവും, ന്യൂ വേർഡ്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാം?
വരുമ്പോ വേഗം വേഗം ഒരു നോട്ട് കിട്ടിയാല് ഇപ്പൊ അറബിക്കിന് ഒരു നോട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ലെക്ചർ നോട്ടും ഫ്രണ്ടിൽ ഞാൻ തരുന്ന നോട്ടും അങ്ങനെ കീപ്പ് ചെയ്ത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഫുൾ അങ്ങനെയാണ്. ഇനിയിപ്പോ ബാക്കിലൊന്നുമില്ല. ഇത് ഫുള്ളാണ്, ഇതിൽ സ്ഥലമില്ല. പെൻസിൽ ഫുള്ള് മാർക്ക് ചെയ്തതാണ്. അപ്പൊ പിന്നെ ആ ഒരു വർക്ക് കണ്ട എന്താ സംഭവം എന്ന് മനസ്സിലാവും. അതെ. പിന്നെ ആ സംഭവം നമുക്ക് എക്സാമിന് കിട്ടും വേണം കേട്ടോ, ഡൗട്ട് വരരുത്. അത്രേ ഇതിൽ ഉള്ളൂ. തന്നെ എഴുതിയാ പോരെ? മിസ് ഈ സെയിം ടോപ്പിക് ആയിരിക്കത്തില്ല അല്ലെ എക്സാമിന് വരുന്നത് നമുക്ക് തന്നേക്കുന്നതല്ലേ? അതെ അതെ. ഓഫ്ലൈൻ ആണെങ്കിൽ സുദിനാമിസിന്റെ കൂടെ ഇരുന്നാ മതിയേനി. ഇതിപ്പോ ഓൺലൈനാണ് എക്സാം. എനിക്കറിയില്ല എന്തെല്ലാം പാഠം വരികയെന്ന് പഠിച്ചോനെ. ഞാൻ എല്ലാവർക്കും ടിക്കറ്റ് അല്ല മിസ്സേ, എടുത്തരാം, നിങ്ങൾ എല്ലാരും ഇങ്ങ് വാ ദുബൈയിലോട്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് അതാ എഴുതാം. നല്ലത്. അതാ നല്ല. ഓക്കെ, അടുത്തത് വാങ്ങുന്നു. ആര് വാങ്ങുന്നു? ഒരു മെർച്ചന്റ് വാങ്ങുന്നു. എന്ത് വാങ്ങുന്നു? അത് നിങ്ങള് മഫ്ഊൽ ബിഹി. ഇഷ്തരി അൽ യഷ്തരി. അൽ താജിർ ആരാണ് താജിറു? താജിർ അൽ കമഹ് അൽഖാം. യഷ്തരി. യഷ്തരി വാങ്ങുന്നു. ആര് വാങ്ങുന്നു? താജിറു. താജിറു വാങ്ങുന്നു അല്ലെ? മെർച്ചന്റ്, വ്യാപാരി. അൽ ഖമഹ എന്ത് വാങ്ങുന്നു? ഗോതമ്പ്. യഷ്തരി താജിറു ഖമഹ. താജിറു അൽ കംഹ അല്ലേ? അൽ കംഹ. മിസ്സേ യസ്നഉ അൽ ഖുബ്സ് മിനൽ കമഹ് പറയാവോ? യസ്നഉ അൽ ഖുബ്സ് അൽ ഖമഹ. ഓക്കെ, പറ്റും. അത് മിനൽ അടുത്തായിക്കോട്ടെ, കമഹ്. അതടുത്തായിക്കോട്ടെ. 5 വേണ്ടേ? യസ്നഉ. യസ്നഉ യസ്നഉ എന്ന് പറയുന്നേക്കാൾ ഏറ്റവും നല്ലത് കുക്കിങ്ങിന് എന്താ പറയാ? കുക്ക് ചെയ്യാന്നുള്ളതിന് കുക്കിംഗ് ഒരു വേറെ മീനിങ് ഉണ്ടല്ലോ. ഫുഡ്. യസ്ന ആവുമ്പോ മേക്കിംഗ് ആവും അല്ലേ മിസ്സേ? ചെയ്യാന്നുള്ളതിന് ത്വബഹ പറഞ്ഞ നിർമ്മിക്കുന്നതാണല്ലോ. ത്വബഹ മതി. യത്തുബഹു അല്ലെ? യത്തുബഹു കുക്ക് ചെയ്യുന്നു അല്ലെ? മനസ്സിലായോ? യസ്നൗ പറയുമ്പോ നിർമ്മാണം, നിർമ്മിക്കുന്നു എന്നല്ലേ വരിക. ഇവിടെ കുക്കിംഗ് ആണല്ലോ. അപ്പൊ യത്തുബഹു യത്തുബഹു കുക്ക് ചെയ്യുന്നു, പാചകം ചെയ്യുന്നു. എന്ത്? എന്താ പാചകം? അൽ ഖുബ്സ്. അൽ അൽ ഖുബ്സു. ഖുബ്സ് മിനൽ കമഹ്. ഖുബ്സു കമഹല്ലേ? എന്തുകൊണ്ട്? കമഹ് കൊണ്ട്. കമഹ് ഗോതമ്പ് കൊണ്ട്. യത്ബഹു പാകം ചെയ്യുന്നു അല്ലേ? ാണ് എന്ത് പറയാ? കുക്കിങ്ങിന് പറയാ. യത്തുബഹു എന്ന് പറയുമ്പോൾ എന്ത് കുക്ക് ചെയ്യുന്നു? എന്താണ് ബ്രെഡ്. ചെയ്യുന്നത്? ഗോതമ്പ്. കംഹ. ബ്രെഡ്. അൽ ഖുബ്സു. എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ബികഹ്മഹ. കംഹ. അടുത്തത് ഇപ്പൊ എത്രണ്ണായി? 4 3. അടുത്തത് 3 അടുത്തത് ദ വർക്കർ ക്യാരീസ് മീറ്റ്. തൊഴിലാളി ഗോതമ്പ് ചുമക്കുന്നു. എങ്ങനെ പറയാം? യഹ്മിലു ക്യാരി. യഹ്മിലു പറഞ്ഞ ക്യാരി ചെയ്യുന്ന ആരാണ്? വർക്കർ. ആമിലു അൽ ആമിലു. ആമിൽ. അൽ ആമിലു ആമിലു ട്ടോ. യഹ്മിലുൽ ആമിലു അൽ ഖംഹ. യഹ്മിലു അൽ ആമിലു അൽ ഖംഹ.
അടുത്തത് يسرى الرجل القمح planting. The man is planting the. എന്താ പറഞ്ഞ يسرى യസ്റാവു വിതയ്ക്കുന്നു അല്ലെ? ഓക്കെ. യസ്റാവു الرجل യസ്റഹു യസ്റഉൽ സായ മിസ്സേ യസ്റഉ കേട്ടോ. ഒയിനല്ല അയിന് യ കഴിഞ്ഞിട്ട് യസ്റ സീൻ അല്ലല്ലോ സായി അല്ലേ? زاي يزرع زاي യസ്റഉൽ എങ്ങനെ പറഞ്ഞു? يزرع الرجل القمح. റജുലു. യസ്റഉൽ റജുലു അല്ലെങ്കിൽ ഫല്ലാഹു കൊടുക്കാം, കുഴപ്പമില്ല. ഫല്ലാഹു ആണെങ്കിൽ കുഴപ്പമില്ല, റജുലു ആണെങ്കിൽ കുഴപ്പമില്ല. അൽ ഖംഹ ഇസ്രാവ് എന്ന് പറഞ്ഞാൽ വിതക്കുന്നു എന്നല്ലേ? അതെ, വിതയ്ക്കാം. അടുത്തത് എന്താണ്? കത്തിനാണ്. കത്തിന് എന്ന് പറഞ്ഞാൽ പോട്ടെ. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കത്തിന് എന്നുള്ളതിന്റെ ഒരു 5 സെന്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എനിക്ക് അയക്കൊന്നും വേണ്ട, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കത്തിന് വെച്ചിട്ടുള്ളത് then ഇനി activity അല്ലേ? Simple ആണ്. activity ഏതാണ്? അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ എന്താ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കംഹ് നമ്മൾ എടുത്തു. ഇനി കത്തിനാണ് അല്ലേ? കത്തിന് എന്ത് ചെയ്യാം? നിങ്ങളത് ചെയ്ത് നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുമല്ലോ അല്ലെ സാബിറ മിസ്സേ? ഓക്കെ, ട്രൈ എങ്ങനെയുണ്ട് ചെയ്യാം. ക്ലാസ്? ഇതുവരെയുള്ള ക്ലാസ് ഒക്കെ എന്തായി നോക്കിയോ? ഇല്ല, എനിക്ക് സമയം കിട്ടിയില്ല. മുന്നുള്ള ചാപ്റ്റർ ഒക്കെ നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് PDF വായിച്ചു നോക്കിയെങ്കിലും ചെയ്തോ? നോക്കിയില്ല, ഇനി നോക്കണം. ഇപ്പൊ വെക്കേഷൻ ആയല്ലോ. അതന്നെ. എത്ര മക്കളാണുള്ളത് വീട്ടില്? 2 ആളോ? 3 ആളുണ്ട്. സ്കൂളിലും എത്രയിലൊക്കെ പോകുന്നോണ്ട് പഠിക്കും? ഇന്നലെ വരെ പിന്നെ ഇന്നലെ ഓണപരിപാടി ആയിരുന്നു, മെഞ്ഞാന്ന് വരെ എക്സാം ആയിരുന്നു കുട്ടിക്ക് KG-യില്. ഓക്കെ. ശരി ശരി. ഇനി ഒഴിവുണ്ടല്ലോ, നോക്കാം അതെ, ഇൻഷാല്ല. ഒഴിവ് എന്നൊക്കെ പറയണൊക്കെ വെറുതെ. ശരിയാണ്. ഇപ്പൊ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കാണ് മിസ്സേ. അത് കണ്ടിട്ട് തോന്നിക്ക് എനിക്ക് ആ മുഖഭാവം. അല്ല, ഒന്ന് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. അല്ലാണ്ട് സുമാന മിസ് ഇങ്ങനല്ലേനും. ഞാനൊന്നും ചെയ്തില്ല. ഞാന് സോപ്പിട്ട് പറഞ്ഞേച്ചേന്ന്. ഓനെ അടിച്ചിട്ടൊന്നും കാര്യമില്ല. സോപ്പിട്ടാലേ നിക്കുള്ളൂ. അടിച്ചിട്ടുണ്ടെ അധികം വെറുപ്പിക്കും. ഓണക്സ് നടക്കണല്ലോ അല്ലേ നാട്ടില്? എല്ലായിടത്തും അതെ അതെ. ഉണ്ടല്ലേ. എക്സാം കഴിഞ്ഞു, വെക്കേഷൻ സ്റ്റാർട്ടായി ഇന്നലെ തൊട്ട്. നമുക്ക് ഒരാഴ്ചയും കൂടെ അപ്പൊ ഉണ്ട് ഇവിടെ ഇൻഷാല്ലാ സ്കൂൾ ഇനി തുറക്കും. എന്തെങ്കിലും doubt ഒക്കെ ചോദിക്കാം. അവിടെ എപ്പോഴാ? ഓഗസ്റ്റ് 13-നല്ലേ തുറക്കുക ഓപ്പണിങ്? ഓഗസ്റ്റ് തുറന്നോ? 31-ന് ഓപ്പൺ. 31-ന് തുറക്കും മിസ്സേ. ശരി ശരി. അപ്പൊ ഇൻഷാല്ലാ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ. ഇനി മറ്റേ നമ്മളെ വർക്കിംഗ് മോഡലിന്റെ കാര്യം നോക്കട്ടെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് നോക്കിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് എപ്പോഴാണ് ചെയ്യേണ്ട ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ മാക്സിമം ഞാൻ പോയി വെക്കേഷനിൽ ചെയ്തു തരാം. എന്നാ പിന്നെ അത് കഴിഞ്ഞല്ലോ. അതന്നെ മിസ്സേ, അതന്നെ. ഓക്കെ ഓക്കെ. ശുക്രാൻ ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വലൈക്കും സലാം വബറകാതുഹു.